Hi everyone, welcome to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് എങ്ങനെ കബ്സ തയ്യാറാക്കാമെന്ന് കാണിക്കാനാണ്. സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഡു സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും എനേബിൾ ചെയ്യാം. സോ ഞാനിടുന്ന ഫ്യൂച്ചർ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഫോണിൽ വരുന്നതാണ്. ഫസ്റ്റ് നമുക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയും വേണം. അത് നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. ഇവിടെ ഞാൻ 1.5 ഉള്ളി 4 തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹോൾ ചിക്കൻ നമ്മൾ കഴുകി വൃത്തിയാക്കി വെക്കണം. ഉള്ളിയും തക്കാളിയും അരിഞ്ഞ് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് അതും റെഡിയാക്കി മാറ്റി വെക്കാം. ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ മെഷറിംഗ് കപ്പിൽ 2 കപ്പ് ഇത് കറക്റ്റ് ആയിരിക്കും. അരി ഇടുന്ന പാത്രം തന്നെ നിങ്ങൾ അളവാക്കിയിട്ടെടുക്കുക. കാരണം 2 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് നമ്മൾ വേവിക്കാനായിട്ട് ഒഴിക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ചിക്കൻ ഫസ്റ്റ് വേവിച്ച് ആ വെള്ളത്തിൽ തന്നെയാണ് അരി വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് 1.25 കപ്പ് വെള്ളം മതി ഈ റൈസ് ഉണ്ടാക്കാനായിട്ട്. ചിക്കൻ ഇനി 4 പീസാക്കിയിട്ട് മുറിച്ച് വെക്കാം. അത് കഴുകി വൃത്തിയാക്കി വെക്കണം. കുറച്ച് റോക്ക് സാൾട്ട് ഇട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. നമ്മുടെ നാട്ടിൽ കല്ലുപ്പ് എന്നാണ് ഇതിന് പറയുക. ചിക്കൻ ഇപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ തൊലി കളയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനി വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3 പച്ചമുളക്, ഒരു ഉണക്ക നാരങ്ങ. ഈ മല്ലിയിലയും പുതിനയിലയും പകുതി റൈസിലേക്കും പകുതി ചിക്കനിലേക്കുമാണ് ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും തക്കാളിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കണം. 3 പച്ചമുളക് നടുക്കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ എരിവിന് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാല ഒക്കെ ഇടും. സോ അതിനനുസരിച്ച് ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, അരിഞ്ഞു വെച്ചിരിക്കുന്നതിൽ നിന്ന് ഹാഫ് മല്ലിയിലയും പുതിന ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അളവ് തെറ്റരുത്. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിലിറങ്ങും. അപ്പോൾ അത് 1.25 കപ്പ് വെള്ളം ആയിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് 1.25 വെള്ളം ഇട്ടിട്ട് ചിക്കൻ വേവിക്കുന്നത്. ഈ വെള്ളത്തേക്ക് ഉണക്കനാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കബ്സ മസാല അല്ലെങ്കിൽ അറബിക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലൊരു ഫ്ലേവർ തന്നെയാണിത്. ചിക്കൻ വേവിക്കാൻ ഇടുമ്പോൾ നമ്മൾ വെള്ളം സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ബസ്മതി റൈസാണിത്. നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. 4 പീസാക്കി മുറിച്ചതാണ്. ബാച്ചിലേഴ്സിനും ജോലിക്ക് പോകുന്നവരും ഭയങ്കര തിരക്കുള്ള ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കബ്സ റെസിപ്പിയാണിത്. സോ ആരും ഇത് മിസ് ചെയ്യരുത്. ഇനി ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. റൈസ് ഇടുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ ഇപ്പോൾ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഇതിൽ നിന്ന് മാറ്റാം. കണ്ടില്ലേ വെള്ളം കൂടി വന്നത്? ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന നെയ്യൊക്കെയാണിത്. നമ്മൾ കുറച്ച് ഓയിൽ മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി എക്സ്ട്രാ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ റൈസ് ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പൊട്ടാറ്റോസും കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഉപ്പ് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി തിളച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഓഫ് ചെയ്തിട്ട് എടുത്താൽ മതി. ആ പ്രഷറിൽ തന്നെ റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും. കണ്ടില്ലേ നമ്മുടെ റൈസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്.
അധികം ഉടഞ്ഞിട്ടൊന്നുമില്ല, പാകത്തെ കുക്കായി വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലാസ്റ്റ് നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി മേലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് മേലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കാം. നമ്മൾ കഴിക്കാൻ ആവശ്യമാകുമ്പോൾ തുറന്നെടുത്താൽ മതി. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കബ്സ സോസിൻ്റെ റെസിപ്പി ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിടാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു.